അപ്പോൾ നിങ്ങൾ DBG കമ്പനി ഫായ ആയി മാറി. ഇപ്പം ഫായ എവിടെ നിൽക്കുന്നത്? ആസ് ഓഫ് നൗ ഞാൻ പറഞ്ഞില്ല, നമ്മൾ പ്രൊമോഷൻ പ്രോഡക്റ്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു സ്ഥലം. ഇറ്റ് ഈസ് എ വെരി ഫാസ്റ്റ് ഗ്രോയിങ് ഇൻഡസ്ട്രി. എന്ത് കാര്യവും കസ്റ്റമൈസ് ചെയ്ത് വാങ്ങാവുന്നൊരു കൾച്ചറിലേക്ക് ആൾക്കാർ മാറുകയാണ്. ഇപ്പോൾ ആപ്പിളിൻ്റെ ഒരു പ്രോഡക്റ്റ് എടുത്താൽ പോലും അതിനകത്ത് നമ്മുടെ പേരടിച്ചിട്ട് ബ്രാൻഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് വരുന്നു. ആമസോൺ ഈസ് ഓൾസോ സ്റ്റെപ്പിംഗ് ഇൻ ടു ദാറ്റ് മാർക്കറ്റ്. ആ ഒരു മാർക്കറ്റിനകത്ത് ഒരു 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 സെഗ്മെൻറ്റിൽ 4 ഇ-കൊമേഴ്സ് സൈറ്റുകൾ ഞങ്ങൾക്ക് ഓണായിട്ട് ഉള്ള ഇതുണ്ട്. ഇറ്റ് ഹാസ് pretty steady revenue which actually feeds the entire company and a few major players who are using our SaaS platform. അതിന് ആ ഒരു പ്രോഡക്റ്റ് അവർ ഇത് ചെയ്യുന്നു. ആൻഡ് നൗ ഇറ്റ് ഈസ് ടൈം ടു സ്കെയിൽ. നമ്മുടെ ടെക്നോളജി കംപ്ലീറ്റ് ആയിട്ട് ബിൽഡ് ചെയ്തു. ആസ് എ സാസ് പ്രോഡക്റ്റ് കമ്പനി നമുക്ക് ആൾക്കാരുടെ തലയെണ്ണം കൂട്ടിയിട്ടല്ല വലുതാവേണ്ടത്. ഈ ടെക്നോളജി കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുമ്പോഴാണ് നമ്മൾ സ്കെയിൽ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് നെക്സ്റ്റ് 2025 ഈസ് ദ ഇയർ ദാറ്റ് വി ആർ ഡിസൈഡിങ് ടു സ്കെയിൽ. ടെക്നോളജി കംപ്ലീഷനായി. അപ്പോൾ ജനുവരി 7 ഞാൻ US പോവാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദെൻ വി ഹാവ് ടു വർക്ക് ഔട്ട് ഓൺ ആക്ച്വലി സ്കെയിലിംഗ് ദ പ്രോഡക്റ്റ്. അപ്പോൾ മാർക്കറ്റിനെ കൂടുതൽ മാർക്കറ്റിലേക്ക് റീച്ച് ചെയ്യുക എന്നുള്ളതും കൂടുതൽ രാജ്യങ്ങളിലേക്ക് അതിനെ സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതുമായിരിക്കും അടുത്ത നെക്സ്റ്റ് 2 ഇയേഴ്സിലേക്കുള്ള പ്ലാൻ. ഓസം, കൊള്ളാം.